അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. അപ്പം നമുക്ക് പെട്ടെന്ന് മീൻ കിട്ടിയില്ലെങ്കിലും നമ്മളുടെ വീട്ടിലുള്ള സാമ്പാർ പരിപ്പിട്ട് തേങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു പരിപ്പ് കറി വെച്ചാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് സാമ്പാർ പരിപ്പാണ്. അപ്പം ഞാൻ ചെറിയ പരിപ്പാണ് വാങ്ങിയിട്ടുള്ളത് സാമ്പാറിൻ്റെ. അപ്പോൾ ഒരു പച്ചമുളക്, എരിവനുസരിച്ച് പച്ചമുളക് കൂട്ടിയിട്ടോളൂ. അപ്പം ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു 3 വിസിലിട്ട് എടുക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസിലനുസരിച്ചായിരിക്കും വേവ് വരുന്നത്. ഇപ്പം എൻ്റെ കുക്കറിൽ 3 വിസിലിട്ടാലേ വേവത്തുള്ളൂ. അപ്പം ഞാൻ വെന്ത ശേഷം നോക്കിയായിരുന്നു. അപ്പം വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒഴിച്ച് നല്ല രീതിയിൽ നമുക്ക് ഉടച്ചെടുത്ത ശേഷം നമുക്ക് കടുകും കരിവേപ്പിലയൊക്കെ താളിച്ചൊഴിക്കാം. അപ്പം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. കടുകും ജീരകവും അതിൻ്റെ കൂടെ ചെറുജീരകമാണ് ചേർക്കേണ്ടത്. ജീരകവും നമുക്ക് കരിവേപ്പിലയും കൂടി നല്ല രീതിയിൽ താളിക്കാം. വറ്റൽമുളക് ഇട്ടാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് താളിച്ച് ഒഴിച്ചാൽ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല അടിപൊളിയായിട്ട് സ്വാദോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ പരിപ്പ് കറി കിട്ടും. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കായാലും നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് അയക്കാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ അസ്സലാമു അലൈക്കും.